പശ്ചിമേഷ്യയിൽ സംഘർഷം ഉരുത്തിരിയുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഉച്ചകോടി വിളിച്ചുകൂട്ടാൻ സൗദി അറേബ്യ നീക്കം തുടങ്ങി. മെയ് 30-ന് മെക്കയിൽ ഒത്തുകൂടാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് എല്ലാ അറബ് നേതാക്കളെയും ക്ഷണിച്ചു. അതേസമയം ഇറാനിലും ഇറാഖിലുമുള്ള ബഹ്റിൻ പൗരന്മാരോട് തിരിച്ചുവരാൻ ബഹ്റിൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. യുഎയിലെ ഫുജൈറ തീരത്ത് സൗദി അറേബ്യയുടേതുൾപ്പെടെ 4 എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ അട്ടിമറി ആക്രമണത്തിന്റെയും 2 ഇന്ധന വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അറബ് ഗൾഫ് നേതാക്കളുടെ അടിയന്തര ഉച്ചകോടി വിളിച്ചത്. മെയ് 30-ന് മക്കയിലാണ് സംഗമം. പ്രദേശത്തെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുകയും ഇറാൻ പിന്തുണയോടെയുള്ള ഹൂതി ഭീകരാക്രമണത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തും. ഇതു സംബന്ധിച്ച വിവരങ്ങൾ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങളാണ് പുറത്തുവിട്ടത്. പ്രദേശത്തെ മാത്രമല്ല ആഗോളതലത്തിലെ സമാധാനത്തെ തന്നെ ബാധിക്കുന്നതാണ് ഈ ആക്രമണ ശ്രമങ്ങൾ. ഇന്ധന വിപണിയെയും വിതരണത്തെയും തടസ്സപ്പെടുത്തുന്നത് ആണിതെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിയാന ന്യൂസ്.